മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ഉദ്ഘാടനം നടന്നെങ്കിലും മതിയായ ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാത്തത് ജനങ്ങളോട് കാട്ടിയ വഞ്ചനയാണെന്ന് കോൺഗ്രസ് മാവേലിക്കര ബ്ലോക്ക് പ്രസിഡന്റ് അനി വർഗീസ് ആരോപിച്ചു. മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പുതിയ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നെങ്കിലും വേണ്ടത്ര ഡോക്ടർമാരെയോ ജീവനക്കാരെയോ നിയമിക്കാൻ തയ്യാറാകാതിരുന്നത് ജനങ്ങളോട് കാണിച്ച വഞ്ചനയാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് കുറ്റപ്പെടുത്തി. ഭരണകാലത്ത് സാധാരണ ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച ഒന്നാണ് മാവേലിക്കര ജില്ലാ ആശുപത്രി. ജനാധിപത്യം വന്നപ്പോൾ താലൂക്ക് ആശുപത്രിയായി മാവേലിക്കരയിലെ മുഴുവൻ ജനങ്ങൾക്ക് ആശ്രയ കേന്ദ്രമായി മാറിയ ഈ ആതുരാലയത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരാണ് സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്. ഏതാണ്ട് 600 മുതൽ 800 രോഗികൾ ദിനം പ്രതി OPയിൽ എത്തിക്കൊണ്ടിരുന്ന ആശുപത്രി. അവിടെ 450 പേരോളം IP വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്യുവാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനം ആശുപത്രിയിലുണ്ടായിരുന്നു. പിന്നീട് 2011 ജില്ലാ ആശുപത്രിയായി ഉയർത്തപ്പെടുമ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി മാവേലിക്കരയിൽ CPMന്റെ MLA ആണ് മാവേലിക്കരയെ പ്രതിനിധാനം ചെയ്യുന്നത്. ഈ കാലയളവിനുള്ളിൽ മാവേലിക്കരയിൽ ജില്ലാ ആശുപത്രിയായി ഉയർത്തപ്പെട്ട പഴയ താലൂക്ക് ആശുപത്രിയുടെ ഡോക്ടർമാരുടെ എണ്ണമോ മറ്റ് ജീവനക്കാരുടെ എണ്ണമോ വർദ്ധിപ്പിക്കുവാൻ ഈ കാലയളവിലെ 2 MLAമാർക്കും കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. അവിടെ വേണ്ട ഡോക്ടർമാരില്ല, അതുകൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞു വിടുന്ന അവസ്ഥയാണ്. ഇതേപോലെ തന്നെ ബ്ലഡ് ബാങ്കിന് എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ചെയ്തതാണ്. ബ്ലഡ് ബാങ്ക് ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തിന് മോർച്ചറി പോലും ഇതുവരെ പ്രവർത്തനം ആരംഭിക്കാൻ പറ്റില്ല. ഇന്നലെ MLA മന്ത്രിയോട് ശുപാർശ ചെയ്യുന്നു, ഈ മോർച്ചറി എങ്കിലും പ്രവർത്തിക്കാൻ വേണ്ട ക്രമീകരണം ചെയ്യണമെന്ന്. അതും ആലോചിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത തരത്തില് ഈ ആശുപത്രിയുടെ പ്രവർത്തനത്തെ തികച്ചും ഒരു പ്രാഥമിക ആശുപത്രിയുടെ നിലവാരം പോലും ഇല്ലാത്ത തരത്തിലേക്ക് മാറ്റിയിരിക്കുന്നതിന്റെ ഉത്തരവാദിത്തം മാവേലിക്കര പ്രതിനിധാനം ചെയ്ത 15 വർഷക്കാലത്തെ 2 MLAമാരുടെ നിരുത്തരവാദപരമായ പെരുമാറ്റം കൊണ്ട് തന്നെയാണ്. ഇത് തുടരുകയാണെങ്കിൽ അതിശക്തമായ സമരത്തിന് കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് സൂചിപ്പിക്കുകയാണ്. 2011 ജില്ലാ ആശുപത്രിയായി ഉയർത്തിയെങ്കിലും നാളിതുവരെ താലൂക്ക് ആശുപത്രി നിലവാരത്തിൽ നിന്ന് ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ആവശ്യമായ ഡോക്ടർമാരുടെ തസ്തിക സൃഷ്ടിക്കുവാനോ ജീവനക്കാരെ നിയമിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. പുതിയ കെട്ടിടം നിലവിൽ വരുമ്പോൾ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുമെന്നായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നത്. നിലവിലുണ്ടായിരുന്ന മോർച്ചറി കെട്ടിടം പൊളിച്ചു കളഞ്ഞതിന് ശേഷം നാളിതുവരെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ക്രമീകരണവും ആയിട്ടില്ല. മറ്റ് ജില്ലാ ആശുപത്രികൾക്കുള്ള പല വിഭാഗങ്ങളും ഇവിടെ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദിവസേന ഇവിടെ എത്തുന്ന രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് ശുപാർശ ചെയ്യുന്ന പ്രക്രിയ മാത്രമാണ് നടക്കുന്നത്. പേവിഷ വാക്സിനേഷനായി ഉച്ച കഴിഞ്ഞെത്തുന്നവരെ ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞു വിടുന്നത് പലപ്പോഴും ബഹളത്തിനിടയായിട്ടുണ്ട്. വേണ്ടത്ര സജ്ജീകരണങ്ങളില്ലാതെ ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മാത്രം നിർവഹിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ രാഷ്ട്രീയ തട്ടിപ്പ് മാത്രമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. CDNet ന്യൂസ്, മാവേലിക്കര.